ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് യുക്തിവാദി നേതാവും റാഷണലിസ്റ്റ് ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ സ്ഥാപകനുമായ സനൽ ഇടമുറുക് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ആവശ്യമാണ് ജസ്റ്റിസുമാരെ JK മഹേശ്വരിയും അരവിന്ദ് കുമാറും അടങ്ങുന്ന ബെഞ്ച് തള്ളിയത്. പ്രമീള കുമാരി എന്ന വ്യക്തിയാണ് സനൽ ഇടമുറുകിനെതിരെ വഞ്ചനാ കേസ് ആലപ്പുഴ പോലീസിൽ രജിസ്റ്റർ ചെയ്തത്. വിസ തട്ടിപ്പ് നടത്തുകയും ഏതാണ്ട് 15 ലക്ഷത്തിലധികം രൂപ ഈ സനൽ ഇടമുറുക് തട്ടിയെന്നും ആരോപിച്ചായിരുന്നു ഈ കേസ് നൽകിയിരുന്നത്. ഈ കേസിൻ്റെ നിലവിൽ പരിഗണനയിലിരിക്കുന്നത് ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. എന്നാൽ ഇതേ കേസിൽ തന്നെ ഈ ഹെൽസിങ്കിയിലെ കോടതിയിൽ, ഫിൻലാൻഡിലെ ഹെൽസിങ്കി കോടതിയിൽ വിചാരണ നേരിട്ടതാണെന്നും ആ കോടതി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ശിക്ഷിച്ചതാണെന്നുമാണ് സനൽ ഇടമുറുക് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഒരേ കുറ്റത്തിന് രണ്ട് കോടതികളിൽ വിചാരണ നേരിടേണ്ടതില്ല എന്ന നിലപാടായിരുന്നു സനൽ ഇടമുറുകിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഈ വാദം അംഗീകരിക്കുവാൻ സുപ്രീം കോടതി തയ്യാറായില്ല. സനൽ ഇടമുറുകിന് എതിരായി ഇന്റർപോളിൻ്റെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നത് ഈ കേസിലായിരുന്നു എന്നാണ് പ്രമീള ദേവിയുടെ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 28-ന് പോളണ്ടിൽ വെച്ച് പോലീസ് സനൽ ഇടമുറുകിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്റർപോളിൻ്റെ റെഡ് കോർണർ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. സുപ്രീം കോടതി ഈ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം തള്ളിയതോടുകൂടി സനൽ ഇടമുറുകിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിയമ നടപടികൾ ശക്തമാക്കുമെന്നാണ് പ്രമീള ദേവിയുടെ അഭിഭാഷകർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നിലവിൽ പോളണ്ടിൽ കസ്റ്റഡിയിൽ കഴിയുന്ന സനൽ ഇടമുറുകിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്.